സാർ നമസ്കാരം. നമസ്കാരം. സാർ പേരെന്തായിരുന്നു? സതീഷ്. എന്താ ചെയ്യുന്നതാ? ഞാൻ സ്കൂൾ അധ്യാപകനാണ്. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഈ കൊച്ചി പള്ളുരുത്തിയിൽ ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി സ്കൂളിൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ ഈ ഒരു വിഷയം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ താങ്കളൊരു പ്രതികരണം എന്താ? ഞാനും ആ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഇത് തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സംഭവമാണ്. അതായത് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് കേവലം ഒരു വസ്ത്രധാരണ അല്ല, അത് ഒരു സന്ദേശമാണ്, ഒരു സംസ്കാരമാണ്. ഒരു വിദ്യാർത്ഥി സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവൻ ഒരേപോലെയുള്ള ഒരു കൂട്ടായ്മയുടെ അംഗമായിട്ട് മാറുകയാണ്. ആ കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഭേദങ്ങളും അവൻ മറന്നു പോവുകയാണ്. അവൻ്റെ എല്ലാ കുറവുകളും, ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാവാം, സമ്പന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാവാം, പക്ഷെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും ഒരേ യൂണിഫോമിൽ, ഒരേ ഡ്രസ്സിൽ, ഒരേ കളറിലെ ഡ്രസ്സിൽ സ്കൂളിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾക്കിടയിൽ ഒരു സമത്വബോധത്തിന്റെ സന്ദേശമാണ് ശരിയായിട്ട് നൽകുന്നത്. ഇതാണ് സ്കൂൾ യൂണിഫോമിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ഇവിടെ മതപരമായിട്ടുള്ള ഏത് വിഭാഗത്തിന്റെ ആയാലും ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വളരെ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം സ്കൂൾ യൂണിഫോമുകൾ എന്തിനാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് എൻ്റെ സ്കൂളിൽ യൂണിഫോം ഉണ്ട്, സ്കൂൾ യൂണിഫോം ധരിച്ചു വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ യൂണിഫോം ധരിച്ചു വരുന്നത് എന്താണെന്നുള്ളത് എൻ്റെ വിദ്യാലയത്തിൽ ഞങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അവർക്ക് മറ്റ് കളർ ഡ്രസ്സുകൾ ഇട്ട് വരാനുള്ള അവസരങ്ങൾ ഞങ്ങൾ നൽകാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പിറന്നാൾ ദിനങ്ങളിൽ, അതുപോലെ ആഘോഷ പരിപാടികൾ സ്കൂളിൽ എന്തെങ്കിലും നടക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് യൂണിഫോം അല്ലാതെ കളർ ഡ്രസ്സുകൾ ധരിച്ചു വരാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ നിർബന്ധമായിട്ടും സ്കൂൾ മാനേജ്മെന്റും PTA അതുപോലെ തന്നെ അധ്യാപകരും എല്ലാം ഒന്നിച്ച് തീരുമാനമെടുത്ത ഒരു ഡ്രസ്സാണ് യൂണിഫോമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ അടക്കം. കേരളത്തിലെ മിക്ക എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെയാണ്, ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ യൂണിഫോം ധരിച്ചു വരണം. കാരണം ഈ കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വ ബോധവും അതിലൂടെ ലഭിക്കുന്നുണ്ട്. രക്ഷിതാക്കൾക്കും തങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വ ബോധം അവർക്കും ലഭിക്കുന്നുണ്ട്. കാരണം ഈ സ്കൂൾ യൂണിഫോം ധരിച്ചു വരുന്ന വിദ്യാർത്ഥിയെ ഏതെങ്കിലും ഒരു തെറ്റായ സാഹചര്യത്തിൽ വെച്ചിട്ട് കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് നാട്ടുകാർ സ്കൂളിലേക്ക് ഫോൺ ചെയ്ത് അറിയിക്കും. അത് നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥി ഇന്ന സ്ഥലത്തുണ്ട്, ഒരു തെറ്റായ സാഹചര്യത്തിൽ ആ കുട്ടിയെ കാണാനിടയായി എന്ന് സ്കൂളിലേക്ക് അറിയിക്കുമ്പോൾ തന്നെ സ്കൂൾ അധികൃതർ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇത് യൂണിഫോം ധരിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളർ ഡ്രസ്സിൽ ധരിച്ചാൽ ആ സ്കൂളിന് പരിസരത്തുള്ള പൊതുസമൂഹത്തിന് ആ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ യൂണിഫോം ഉള്ളത് കൊണ്ടാണ് പല കുട്ടികളും പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. എൻ്റെ വിദ്യാലയത്തിലടക്കം ഈ യൂണിഫോം ഉള്ളത് കൊണ്ട് പല വിദ്യാർത്ഥികളുടെയും സ്കൂളിന് പുറത്ത് വെച്ചിട്ട് പല സാഹചര്യത്തിൽ കണ്ടിട്ട് സ്കൂളിലേക്ക് വിളിച്ച് ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണെന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അധ്യാപകർ ഞങ്ങളുടെ സ്വന്തം വാഹനം എടുത്തുകൊണ്ട് ഈ കുട്ടികളെ അന്വേഷിച്ച് പോയി പല സാഹചര്യത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളാണ് പല രീതിയിൽ പെരുമാറുന്ന കുട്ടികളുണ്ട്, പക്ഷേ ആ കുട്ടികളെ എല്ലാം നേർവഴിയിലേക്ക് നയിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത്. ആ യൂണിഫോം വേണ്ട എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചു വരണം എന്നുള്ള ഒരു കാര്യം, അത് വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, അത് മതപരമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണമായാലും ശരി, മറ്റേതെങ്കിലും സ്കൂൾ യൂണിഫോമിന് വിരുദ്ധമായിട്ട് മറ്റേത് വസ്ത്രം ധരിച്ചു വരാനും അവകാശമുണ്ടെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വ ബോധമാണ്. അവരുടെ സുരക്ഷയ്ക്ക് പോലും പ്രശ്നമാകുന്നതാണ് ഇത്തരത്തിലുള്ള നിർബന്ധ ബുദ്ധികൾ. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അധികമില്ല എന്നാലും ചെറിയ കുറച്ച് വർഷങ്ങളായിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ അവർ വലിയൊരു പ്രതിസന്ധി ഇതുപോലുള്ള വിഷയങ്ങൾ അനുഭവിക്കുകയാണ്. അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലേക്ക് സർക്കാർ പോലും ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുക്കുന്നത്. ഇവിടെ മറ്റാരെയോ ഭയപ്പെടുന്ന രീതിയിൽ നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? അല്ല, ഇതില്
പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രശ്നമായിട്ടൊന്നും ഞങ്ങൾ ഇതിനെ കാണുന്നില്ല, ഒരു അധ്യാപനം എന്ന നിലയിൽ കാണുന്നില്ല. ഇത് നമ്മുടെ സ്കൂളുകളിൽ, ഇപ്പം അത് ഗവൺമെന്റ് സ്കൂളിലായാലും ശരി, സർക്കാർ സ്കൂളിലായാലും, എയ്ഡഡ് സ്കൂളുകളിലായാലും ശരി, അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിലായാലും ശരി, എല്ലാ വിദ്യാലയങ്ങൾക്കും അതാത് വിദ്യാലയങ്ങളുടേതായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ടാവും. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആയാലും എല്ലാവരും അതാത് സ്ഥാപനത്തിലെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച്, അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ ബാധ്യസ്ഥരാണ്. അത് ഒരു സുപ്രഭാതത്തില് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ വിദ്യാലയത്തിലേക്ക് വരികയും ഞങ്ങൾ പറയുന്നത് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് അവര് ആ സ്ഥാപനത്തിലെ മേലധികാരികളോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തില് എന്താണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ അപലപിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് കുട്ടികളുടെ ഇടയിലേക്കും സമൂഹത്തിന്റെ ഇടയിലേക്കും ഒരു തെറ്റായ സന്ദേശം നൽകിക്കൊണ്ട് ഒരു വിദ്യാലയത്തിലേക്ക് ആര് കടന്നു വന്നാലും അത് നമ്മുടെ സമൂഹം അതിനെ അപലപിക്കേണ്ടതാണെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള മറ്റ് വ്യത്യാസങ്ങളോ ഒന്നും നമ്മൾ കാണേണ്ടതില്ല. ഈ ചെയ്യുന്ന കാര്യം തിന്മയാണ് എന്ന് നമ്മൾ വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ നമ്മുടെ കോടതികളുടെ കുറച്ച് വിധികളൊക്കെ 2018 മുതൽ തന്നെ ഈ സ്കൂൾ യൂണിഫോമിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഘട്ടം തീരുമാനമെടുക്കാനും മറ്റും മുന്നിൽ നിൽക്കുന്നത് അത് മാനേജ്മെന്റിന്റെ തന്നെയാണെന്നുള്ള രീതിയിലേക്കുള്ള വിധികളൊക്കെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനേക്ക് നമ്മുടെ നാട്ടിലെ നിയമത്തെ പോലും ഒരു മൈൻഡ് ചെയ്യാതെ ഒരു പ്രത്യേക ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ കാണുന്ന സമയത്ത് ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ല? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ കാലഘട്ടം വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വിവാദങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ സ്കൂളുകളിൽ പഠിച്ചിരുന്നത്. നല്ലൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് വിവാദങ്ങളാണ്. പലപ്പോഴും ഒരാവശ്യമില്ലാത്ത അനാവശ്യമായ വിവാദങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു തെറ്റായ പ്രവണതയാണ്. അത് ഒഴിവാക്കപ്പെടേണ്ട പ്രവണതയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും തന്നെയല്ല, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നും വിവിധ സാമുദായിക പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. വിദ്യാലയം എന്ന് പറയുന്നത് അവിടെ വരുന്നത് ചെറിയ കുട്ടികളാണ്, കുരുന്നുകളാണ്. പ്രത്യേകിച്ചും പ്രൈമറി വിദ്യാലയത്തിൽ മുതൽ അതുപോലെ തന്നെ ഹൈസ്കൂൾ വിദ്യാലയത്തിലായാലും ശരി, അവിടെ ഉള്ളത് കുട്ടികളാണ്. അവര് നാളത്തെ ഭാരതത്തിലെ പൗരന്മാരായിട്ട് വളർന്നു വരേണ്ട, നല്ല പൗരന്മാരായിട്ട് വളർന്നു വരുന്നവരാണ്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട നല്ല സന്ദേശമാണ്. ആ നല്ല സന്ദേശം കൊടുക്കാൻ എന്നെപ്പോലുള്ള അധ്യാപകർ മാത്രമല്ല ബാധ്യസ്ഥരായിട്ടുള്ളത്, ഈ സമൂഹവും അതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട നല്ല സന്ദേശങ്ങളാണ്. അവർ നല്ലത് കണ്ട് വളരട്ടെ. തെറ്റായ സന്ദേശങ്ങൾ നൽകി അവരുടെ മനസ്സിനെ വിഷലിപ്തമാക്കിക്കൊണ്ട് വന്നാൽ നാളെ ഈ സമൂഹത്തിലേക്ക് വരുന്നത് ഒരു തിന്മ നിറഞ്ഞ ഒരു സമൂഹത്തിലെ തിന്മ നിറഞ്ഞ ഒരു വിഭാഗം വളർന്നു വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും. തിന്മ നിറഞ്ഞ കുടുംബം, തിന്മ നിറഞ്ഞ സമൂഹം, അങ്ങനെ പോയാൽ തിന്മ നിറഞ്ഞ ഒരു രാഷ്ട്രം വരെയായിട്ട് നമ്മുടെ രാഷ്ട്രം മാറാനുള്ള സാധ്യതയിലേക്കാണ് അത് മാറുന്നത്. അതുകൊണ്ട് നാളത്തെ തലമുറയെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരും പിന്മാറുന്ന ഒരു സമീപനം സ്വീകരിക്കണം. നമുക്കറിയാം, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാം നിയമപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ആ നിയമപരമായ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഒരു ബാധ്യതയുണ്ട്. അവരുടെ പ്രവർത്തനം ധാർമ്മികമായിരിക്കണം. കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി കുരുന്നുകളുടെ മനസ്സിലേക്ക് വിഷം കടത്തിവിട്ടുകൊണ്ട് ആ കുട്ടികളെ തിന്മ നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവരെ നാളെ രാഷ്ട്രത്തിനും സ്വന്തം സമൂഹത്തിനും ഗുണമില്ലാത്ത ഒരു പൗരന്മാരായിട്ട് വളർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കരുതെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. വളരെ നന്ദി സാർ.